നമുക്കറിയാം, മനുഷ്യന് മരണം സംഭവിക്കുക എന്നുള്ളത് മനുഷ്യരെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആ മരണത്തെക്കുറിച്ച് അറിയുന്നവരെങ്ങനെയാ? രണ്ട് രൂപത്തിൽ ആളുകൾ മനസ്സിലാക്കും. ഒന്ന്, മരിക്കും. അതിപ്പോ ആ മരണം വരെ അങ്ങ് സുഖിച്ചങ്ങ് ജീവിക്കുക. രണ്ടാമത്തെ വിഭാഗം നമ്മളെ പോലെ ചിന്തിക്കണം. എങ്ങനെയാ? നാളെ എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. ആ മരണം കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാവരും അതിന്റെ രുചിയറിയും. സുമ്മ ഇലൈനാ തുർജഊൻ, എവിടെന്നാണോ വന്നത് അവിടേക്ക് നമ്മൾ മടക്കപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട്, എന്റെ കൊച്ചനുജന്മാരോട്, മരണപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് നാം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ അനവധിയാണ്. അതുകൊണ്ട് മരിക്കുമ്പോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അല്ലാഹ് മുസ്ലിമായി കൊണ്ടല്ലാതെ നീ എന്നെ മരിപ്പിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തവഫനി മുസ്ലിമാ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ മരിക്കുമ്പോ എന്തായാലും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ റബ്ബിന്റെ അടുക്കലേക്ക് എനിക്ക് പോകേണ്ടതെന്നുള്ള ബോധത്തോടു കൂടിയിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. അന്ന് വലത് കയ്യിൽ തരുന്ന കിതാബുണ്ട്, ഇടത് കയ്യിൽ തരുന്ന കിതാബുണ്ട്. അതിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാണ് റബ്ബേ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒന്നും വിട്ടിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല, എല്ലാം അണുവിടെ വ്യത്യാസമില്ലാതെ എഴുതിയിട്ടുണ്ട് റബ്ബേ. ആ ഗ്രന്ഥം എന്റെ വലം കയ്യിൽ കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റബ്ബേ. അതുകൊണ്ട് എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. ഏതേത് മേഖലയിലും എന്റെ നാവിനെ നിയന്ത്രിക്കുന്ന, എന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്ന, എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, എല്ലാ നിലക്കും ഒരു മുസ്ലിമായി ജീവിച്ചുകൊണ്ട് മരണപ്പെടാൻ റബ്ബേ നീ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.